അപ്രതീക്ഷിതമായ ഭീകരാക്രമണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള എല്ലാ ബന്ധങ്ങളും റദ്ദാക്കുന്നതിലേക്ക് എത്തിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ. ഇരു രാജ്യങ്ങളും സൈനിക മുന്നൊരുക്കങ്ങളും തുടങ്ങിക്കഴിഞ്ഞു. അതീവ ജാഗ്രത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങളുടെയും സൈനിക ശക്തി നമുക്കൊന്ന് പരിശോധിക്കാം. രാജ്യങ്ങളുടെ സൈനിക ശക്തി വിലയിരുത്തുന്ന ഗ്ലോബൽ ഫയർ പവറിന്റെ കണക്കനുസരിച്ച് സൈനികരുടെ എണ്ണത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും സൈനിക ശക്തി ഇന്ത്യയുടെ ഹെലികോപ്റ്റർ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യക്ക് ആകെയുള്ള സൈനികരുടെ എണ്ണത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ആകെയുള്ള സൈനികർ 51,37,550 പേരാണ്. അതായത് അതിൽ തന്നെ ആക്റ്റീവായി സജീവമായി നിൽക്കുന്നത് 14,55,550 റിസർവായുള്ളത് 11,55,000 പേരാണ്. അതോടൊപ്പം തന്നെ അർദ്ധസൈനിക വിഭാഗത്തിൽ 25,27,000 സൈനികരും നമുക്കിപ്പുണ്ട്. എന്നാൽ ഇന്ത്യയിൽ നിന്ന് വിഭിന്നമായി പാകിസ്ഥാന്റെ പക്കലുള്ള സൈനിക സന്നാഹം എങ്ങനെയാണ് എന്ന് നമ്മൾ പരിശോധിച്ചാൽ പാകിസ്ഥാന്റെ കോപ്റ്റർ എത്തിക്കഴിഞ്ഞു. 17,04,000 മാത്രമാണ് പാകിസ്ഥാന്റെ പക്കലുള്ള സൈനികരുടെ എണ്ണം. അതിൽ ആക്റ്റീവായിരിക്കുന്നത് സജീവമായിരിക്കുന്നത് 6,54,000 പേരാണ്. റിസർവായി പാകിസ്ഥാന്റെ കൈവശമുള്ളത് 5,50,000 സൈനികരും. അതോടൊപ്പം അർദ്ധസൈനിക വിഭാഗം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പാകിസ്ഥാന് അർദ്ധസൈനികരായുള്ളത് 5 ലക്ഷം സൈനികരാണ്. ഇനി കരസേനയുടെ കരുത്തിലേക്ക് കൂടി നമുക്ക് വന്നാൽ ഇന്ത്യയുടെ കരസേനയുടെ കരുത്ത് 21,97,117 പേരാണ് ഇന്ത്യയുടെ ആർമിയിലുള്ളത്. നമുക്കുള്ള ടാങ്കറുകൾ, ഫൈറ്റിംഗ് വാഹനങ്ങൾ, അതിന്റെയൊക്കെ കണക്കുകൾ നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ കൈവശമുള്ള ടാങ്കറുകളുടെ എണ്ണം 4,201 ഫൈറ്റിംഗ് വാഹനങ്ങൾ 1,48,594. ഇതിനോട് കിടപിടിക്കാൻ പാകിസ്ഥാന് കഴിയുമോ? പാകിസ്ഥാന്റെ കൈവശമുള്ള ആർമിയുടെയും അതോടൊപ്പം തന്നെ ടാങ്കറുകളുടെയും എണ്ണം എത്രയാണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആർമിയിൽ പാകിസ്ഥാനുള്ളത് 13,11,500 സൈനികരാണ്. അതോടൊപ്പം തന്നെ ടാങ്കറുകളുടെ എണ്ണം 2,627, ഫൈറ്റിംഗ് വാഹനങ്ങൾ 17,516, അർജുൻ യുദ്ധ ടാങ്ക്, T-90, ഭീം ടാങ്ക്, പിനാക്ക, മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചറുകൾ, ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലുകൾ, ഹോവിറ്റ്സറുകൾ, മറ്റ് ആധുനിക പീരങ്കികൾ, ഇതെല്ലാം പാകിസ്ഥാന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ നമ്മുടെ രാജ്യത്തിന് കഴിയും. ഇന്ത്യൻ കരസേനയുടെ നൂതന യുദ്ധ ഉപകരണങ്ങളായി ഇതെല്ലാം നമ്മുടെ കയ്യിലുള്ളപ്പോഴാണ് പാകിസ്ഥാൻ അത്രയും ദുർബലമായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അവിടെയാണ് തിരിച്ചടിക്കാനായി കരസേനയെ വെച്ചുകൊണ്ട് പാകിസ്ഥാൻ ഇപ്പോൾ തയ്യാറെടുക്കുന്നത്. ഇനി വ്യോമസേനയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യയുടെ വ്യോമസേനയുടെ കരുത്ത് അത് എത്രത്തോളമാണെന്ന് പല യുദ്ധമുഖങ്ങളിലും നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ഇന്ത്യയുടെ വ്യോമസേനയുടെ കരുത്ത് നമ്മൾ പരിശോധിച്ചാൽ വ്യോമസേനയിലുള്ള സൈനികരുടെ എണ്ണം 3,10,575. നമ്മുടെ പക്കലുള്ള യുദ്ധവിമാനങ്ങൾ, ഫൈറ്റർ വിമാനങ്ങൾ 513, അറ്റാക്കിംഗ് വിമാനങ്ങൾ 130, അറ്റാക്കിംഗ് ഹെലികോപ്റ്ററുകളുടെ എണ്ണം 80. അതേസമയം പാകിസ്ഥാന്റെ പക്കലുള്ള വ്യോമസേന എത്രത്തോളം കരുത്തുള്ളതാണെന്ന് നമ്മൾ പരിശോധിച്ചാൽ ആകെയുള്ളത് 78,128 സൈനികർ മാത്രം, 328 ഫൈറ്റർ വിമാനങ്ങൾ, 90 അറ്റാക്ക് വിമാനങ്ങൾ, 57 അറ്റാക്ക് ഹെലികോപ്റ്ററുകൾ എന്നിവ മാത്രമാണ്. ഇന്ത്യൻ വ്യോമസേനയിലെ പ്രധാന യുദ്ധവിമാനങ്ങൾ നമുക്ക് പരിചിതമാണ്. റഫേൽ, മിറാഷ് 2000, MiG-29, സുഖോയ് Su-30, MKI. ഇന്ത്യയുടെ വ്യോമസേനയെ ശക്തിപ്പെടുത്തുന്ന മിസൈൽ സംവിധാനങ്ങൾ ബ്രഹ്മോസ് മുതൽ ഇങ്ങോട്ടുണ്ട്. ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ, ഒപ്പം രുദ്രം റേഡിയേഷൻ വിരുദ്ധ മിസൈൽ, അസ്ത്ര എയർ ടു എയർ മിസൈലാണ്, നിർഭയ് സബ്സോണിക് ക്രൂയിസ് മിസൈലാണ്, ആകാശ് ഉപരിതല വ്യോമ പ്രതിരോധ സംവിധാനമാണ്. ഇതെല്ലാം കൊണ്ട് കരുത്തോടെ നിൽക്കുകയാണ് ഇന്ത്യൻ വ്യോമസേന. അവിടെയാണ് പാകിസ്ഥാൻ ആകാശമാർഗെ തിരിച്ചടിക്കാനായിട്ടുള്ള പദ്ധതി ഇപ്പോൾ ഇടുന്നത്. അതും പാളുമെന്നുറപ്പ്. ഇനി നമുക്ക് ജലത്തിലേക്ക് ഇറങ്ങാം. നാവികസേനയുടെ കരുത്തുകൂടി പാകിസ്ഥാൻ ഒന്ന് കണ്ടോളൂ. ഇന്ത്യൻ നാവികസേനയുടെ കരുത്തായി നമുക്കൊപ്പമുള്ളത് 1,42,252 സൈനികരാണ്. നാവികസേനയുടെ കൈവശമുള്ള യുദ്ധക്കപ്പലുകളുടെ എണ്ണം 14, വിമാനവാഹിനി കപ്പലുകൾ 2, മുങ്ങിക്കപ്പലുകൾ 18, ആണവ അന്തർവാഹിനികൾ. അത് ഇന്ത്യയുടെ സേനയുടെ ശക്തി കൂട്ടുന്നതാണ്. പാകിസ്ഥാന്റെ പക്കലുള്ളത് നാവികസേന 1,24,800 സൈനികർ, 9 യുദ്ധക്കപ്പലുകൾ, വിമാനവാഹിനികളില്ല, മുങ്ങിക്കപ്പലുകൾ 8. ഇത്രയും വെച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ യുദ്ധത്തിന് കോപ്പുകൂട്ടുന്നത്, അല്ലെങ്കിൽ തിരിച്ചടിക്കുമെന്ന് പറയുന്നത്. തിരിച്ചടിക്കുന്നത് എന്തിനാണെന്ന ചോദ്യം പാകിസ്ഥാനോട് ചോദിച്ചാൽ അവർ തന്നെ ചെയ്ത തെറ്റ്, ആ തെറ്റ്